അൺബോക്സ് അല്ല, ഉണ്ടാക്കുകയാണ്. ആക്ച്വലി നമ്മൾ പാറുവിന് നമ്മുടെ പർപ്പിൾ ഹൗസിൽ അമ്മ വീട്ടിൽ അപ്പപ്പ എല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് പട്ടയൊക്കെ വെച്ച് റിയൽ ആയിട്ട് ഉണ്ടാക്കിയില്ല ടിയാ. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് റിയൽ ആക്കി ഉണ്ടാക്കി തരാനൊന്നും പറ്റില്ല ഗൈസ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ ഡാഡിയുടെ ഒരു സജഷൻ ആയിരുന്നു, എന്നാൽ പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങി. അങ്ങനെ നമ്മൾ ഇങ്ങനെ തുറന്നിട്ടുണ്ട്. ഇതെന്താണ് ഇതിപ്പോൾ, ഇതിൻ്റെ ഉള്ളിലാണ് തോന്നുന്നു കേട്ടോ സാധനം. വിചാരിക്കുന്ന പോലെ ഇത് അത്ര നിസാരമല്ല, നല്ല വെയിറ്റ് ആട്ടോ. ഓക്കെ, നല്ല വെയിറ്റ് ആണ് ഇത്. ശരിക്കും വേണ്ടത് ഇതാണ് കാനോപ്പി ടെന്റ് ആണ്. ഇത് സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്നില്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സാധനങ്ങളെല്ലാം വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നല്ല പണിയാണ്, നല്ല വെയിറ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കേട്ടോ. ഇതൊന്നും എടുത്താ പൊങ്ങില്ല, നല്ല വെയിറ്റാ. ഇതിലിങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇനി ഇവിടെ ഇതിൽ കുറേ വയറുകളുണ്ട്. ഇനി ഇത് വെച്ച് നമുക്കൊന്ന് സെറ്റ് ആക്കാലടാ. ഒരു സ്ക്വയർ ആദ്യം ഉണ്ടാക്കണം. ഇതെന്താ ഇങ്ങനെ സ്ക്വയറാ? ഇത് സ്ക്വയർ അല്ലടാ, അത് വേറെന്തോ സംഭവമായിരിക്കുക. ഇത് അത്യാവശ്യം വലിപ്പമായോ ഇത്? അതോ നേരെ നിങ്ങൾ പിടിക്കാത്തതുകൊണ്ടോ? ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്ക്വയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് എവിടെയാണ് വെക്കണേ ആ സ്ഥലത്തോട്ട് നമുക്ക് മെല്ലെ കൊണ്ടുപോവാം. എല്ലാം സെറ്റാക്കി. അത് കുഴപ്പമില്ല ഗൈസ്, പകുതി എല്ലാം വെച്ച് പൊട്ടിപ്പോയി ഗൈസ്. ഓരോരുത്തരുടെ എക്സ്പ്രഷൻസ് കാണിച്ചു തരാം. ആ പോട്ടെ, സാരില്ല. ഒരു ഷോപ്പാട്ടോ. അപ്പോൾ അത് ഏകദേശം സെറ്റായിട്ടുണ്ടെന്ന് വിചാരിക്കണു. ഇത് പക്ഷെ ഒരു ഇളക്കമുണ്ടല്ലോ ടിയ. എവിടെ പിടിക്കേണ്ടത്? നല്ല പണിയാട്ടോ. അങ്ങനെ 4 നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സാധനം വെച്ചിട്ട് മേലെ ജോയിൻ ചെയ്യണം. പക്ഷെ ഹൈറ്റ് ഇല്ലല്ലോ. അധികം അത്യാവശ്യം നല്ല പണിയാട്ടോ. റൂഫ് സെറ്റാക്കൽ പണിയുണ്ട്. ചെറിയ പണിയല്ല, വലിയ പണിയാണ്. എന്നാലും ഏകദേശം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഷോപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. അതികുട്ട ഇവിടെ 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 ക്ലോസ് ചെയ്തേ. ഇതുപോലെ ക്ലോസ് ചെയ്യേ. ഇതുപോലെ ക്ലോസ് ചെയ്യാനും ഇതേ ഇവിടെ 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 ഉണ്ട് മുത്തേ. ഇതേ ഇവിടെ 2. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഷോപ്സ് എല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഒന്ന് കുനിയേട്ടാ, ഒന്ന് കുനിയൂ. ഇപ്പം ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആട്ടോ. ഇതിന് പക്ഷേ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. 2000 സംതിങ് 3000 ആ ഒരു റേഞ്ച് ആട്ടോ എത്താം. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ മാത്രം താഴെ ലൂസാക്കിയാൽ മതി ടിയാ. അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം ചാടി കയറാമല്ലോ. ഒരാൾക്ക് ഇവിടെ ഇങ്ങനെ സുഖമായി നിൽക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തൂക്കി വെക്കാനുള്ളൊരു ഇതിലാട്ടോ നമ്മളിപ്പോൾ. അപ്പോൾ നമ്മൾ അതിൽ വെക്കാനുള്ള കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. ഒന്ന് താഴോട്ട് ഇട്ടേടിയാ. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ഗൈസ് നമ്മൾ അതിൽ വെക്കാൻ പോകുന്നത് ഗൈസ്. അപ്പം ലോലിപോപ്പ് പിന്നെ ഈ 2 സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിനെ എങ്ങനെ ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകും. മെല്ലേട്ടോ, പൊട്ടല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ തൂക്കുക കേട്ടോ. ഇനി ഇത് കുറച്ച് ഇവിടെ വെക്കടാ. ഓറഞ്ച് ഇവിടെ വെക്കും. ഇവിടെ സെൻറ്ററിൽ വെക്കും. ഏറ്റവും സെൻറ്ററിൽ വെക്കും. ആ സെൻറ്ററിലല്ല പൊന്നാ, ചാടിക്കായിരിക്കും. ഇത് ഇവിടെ വെക്കും. ഇവിടെ തൂക്കുന്നു. അത് മെല്ലെ ഉള്ളിൽ കയറാൻ പറ്റുമോ ചിക്കുന്? പറ്റില്ല ഗൈസ്, നമ്മൾ പെട്ടു. അല്ലല്ല, അത് കട്ടിയല്ലേ. വെയിറ്റ്, ബാക്കിൽ തൂക്കിക്കോ. ഓരോന്നായി അതിക്കൂട്ടം എടുത്തു കൊടുക്കൂട്ടിക്ക്. അവിടെ വെക്കണ്ട, അത് നമുക്ക് പിന്നെ ചെയ്യാം. ആദ്യം ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ജസ്റ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ നോക്കാം ഗൈസ്. അപ്പോൾ അത് ഇങ്ങനെ ഓരോന്നായി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങോട്ട് താ ചിക്കു. ഈ സാധനം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തൂക്കി വെക്കാം കേട്ടോ. ഇത് നന്നായി, ബാക്കിയുള്ളത് എടുക്കൂ. അത് ഓരോന്നായിട്ട് വെച്ചോ. ഓക്കെ, അപ്പോൾ അതേ ഇങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ സൈഡ് വെച്ചോ, ഈ സൈഡ് 2 വെച്ചോ. ബൂസ്റ്റും കാര്യങ്ങളും ഇപ്പോൾ ഒരു ഷോ ആവട്ടെ. നമുക്ക് തൂക്കി വയ്ക്കുന്ന സാധനങ്ങൾ മാത്രമേ പറ്റൂ ഗൈസ്, അല്ലാതെ ഒന്നും നമുക്ക് പറ്റില്ല. അപ്പം ഏകദേശം അതെന്തായിരുന്നു ടിയ? ഷാമ്പുവോ ഗൈസ്? ഷാമ്പു ഒക്കെ നല്ല വലുപ്പത്തിലുള്ള ഷാമ്പു വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അദ്ദിക്കുട്ടനും പണിപ്പുരയിൽ നിന്ന് അദ്ദിക്കുട്ടനും ഹാർഡ് വർക്ക് ചെയ്തതാണ് കേട്ടോ ഗൈസ്. അങ്ങനെ അത് കഴിക്കാൻ പാടില്ല കേട്ടോ ചിക്കു, അങ്ങനെ കഴിക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ചെറിയ ഷോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഷോർട്ട് വീഡിയോസിന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ ടിയാ? യെസ്, ഓക്കെ. അപ്പാപ്പൻ്റെ ആണോ നല്ലത് അതോ ഇതാണോ നല്ലത്? അപ്പാപ്പൻ്റെ ആയിരുന്നു. അത് റിയലായിട്ട് പട്ട കൊണ്ടുണ്ടാക്കിയതാണ്. പക്ഷെ ഇത് ആർട്ടിഫിഷ്യൽ ലുക്ക് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. ടീക്കുട്ടി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഓരോ ഐറ്റംസ് പരിചയപ്പെടുത്തിയാലോ ടിയാ? ഓക്കെ, ലോലിപോപ്സ് ആണ്. ഇതൊക്കെ നീ എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കണം? ഒരെണ്ണം 5 rupees ആണോ അതോ 1 rupees ആണോ? സൗണ്ടിൽ പറയും, കേൾക്കുന്നില്ല. അയ്യോ, എന്തൊരു
ഇതൊരു കുട്ടിയാണെന്ന് പറയുന്നത്. ഓക്കെ, ബ്രൂ കോഫി. അപ്പം നമ്മുടെ ഇനി വരുന്ന സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ബ്രൂ കോഫി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഒരെണ്ണത്തിന് 100 റുപ്പീസ് ലെറ്റിയാ. 67 റുപ്പീസ്. സ്റ്റാർബക്സിൽ കൂടെ അങ്ങനെയില്ല. ഇത് എന്താ കംഫർട്ട്, ഇതൊക്കെ മമ്മ വാങ്ങിയതാട്ടോ. ഇതൊക്കെ നമുക്ക് ഈ വീഡിയോസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മമ്മിക്ക് ഇത് യൂസ് ചെയ്യാമല്ലോ, വാഷിംഗ് മെഷീനിൽ ടിയാ. ഐഡിയ. ഓക്കെ, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ടിയാ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു സാധനം പോലും എടുക്കരുത്. ഇല്ലില്ല ടിയ, തമാശയല്ല കേട്ടോ. അത് എനിക്കിനി വയ്യ ടിയ പോയി വാങ്ങിക്കാൻ. കേടിപ്പാറു ഗൈസ്, സ്വന്തം കടയിൽ മോഷ്ടിക്കുന്ന ആളാണ് ഗൈസ്. ഓക്കെ, പിന്നെ മഞ്ചുണ്ട്. പിന്നെ ദേ ഇത്രയും ഷാമ്പൂ കേട്ടോ. എത്ര ഷാമ്പൂ വാങ്ങിയിരിക്കണം നോക്കിയേ മമ്മ. പിന്നെ പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്യാത്ത ഷാമ്പൂ കേട്ടോ, ഈ സാഷയ്ക്ക് വേണ്ടി വാങ്ങിയത്. പിന്നെ ഒരു ഹോർലിക്സ് വാങ്ങിയിട്ടുണ്ട്. എടാ നെസ്കഫേ, ഇതേ നെസ്കഫേ ഉണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഡവിൻ്റെ ഷാമ്പൂ ഉണ്ട്. നെസ്കഫേ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, നമ്മൾ ഓൺലി ബ്രൂ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഇല്ല, തരില്ല. എന്തിനാ ഇങ്ങനെ കേടിപ്പാറുട്ടിയ ഇങ്ങനെ ഒരു സ്വഭാവം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇത്രയും സംഭവങ്ങൾ സെറ്റപ്പായി ടിയ, അതിന് പൊട്ടിക്കരുത് ടിയ. അപ്പോൾ നാളെ തൊട്ട് നമ്മൾ ഷോർട്ട് വീഡിയോസ് പാറു അങ്ങനെ സംഭവങ്ങളൊക്കെ ഈ ഒരു ഷോപ്പിൽ വെച്ചിട്ടായിരിക്കും. ഇനിയിപ്പോൾ ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്യണം എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. പക്ഷെ ആഡ് ചെയ്തിട്ട് കാര്യമില്ല മക്കളെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെക്കാനൊന്നുമില്ല. അപ്പപ്പോൾ വീട്ടിലാണെങ്കിൽ വിജയേച്ചി വാസുമായിട്ട് ആ ചേട്ടന്മാരെല്ലാവരും നമുക്ക് ഓരോ തിട്ടൊക്കെ വെച്ചിട്ട് അതിൽ സാധനങ്ങൾ വിൽക്കുമായിരുന്നു. പക്ഷേ ഇതൊന്നും വെക്കാൻ പറ്റില്ല ഗൈസ്. ശരിക്കും അതാ നല്ലത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? പർപ്പിൾ ഹൗസിൽ ഷോപ്പാണോ? ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. പക്ഷേ ഇത് കാണാൻ ഒരു ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഇതിലൊന്നും വെക്കാൻ പറ്റില്ല, ഇങ്ങനെ തൂക്കിയേ വെക്കാൻ പറ്റുള്ളൂ. ടീക്കുട്ടി, യെസ് ഗൈസ്. ഇവിടെ പാലക്കാട് 40 ഡിഗ്രി ചൂടാണ്. അത് നമ്മൾ വിഷുവേല കഴിഞ്ഞ ഇവിടെ നിന്ന് നമുക്കൊരു സംഭവം ഇവിടെ മൊത്തം കളറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നൊരു സാധനം നമ്മൾ ഗാർഡനിൽ ഒരു അപ്ഡേറ്റ് കാണിക്കാൻ വന്നതാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ബെയർ ആപ്പിൾ. ഇതാണ് നമ്മുടെ ബെയർ ആപ്പിളിൻ്റെ ചെടി കേട്ടോ. നല്ല ചൂടാണേ. നോക്കി, ചിലതെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ആദ്യം തൊട്ടിട്ട് വരണം. അപ്പോൾ ആരുടെയൊക്കെ വീട്ടിൽ ബെയർ ആപ്പിൾ ഉണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗാർഡൻ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ മെല്ലെ മെല്ലെ വരുന്നതാണല്ലോ ടിയ. അടുത്തൊരു അപ്ഡേറ്റ്സ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. ചാമ്പയ്ക്ക അപ്ഡേറ്റ് വരുന്നതാണ്. വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ ദേ ഇവിടെ ഒരു കുഴിയൊക്കെ കുഴിച്ച് വെച്ചിട്ടുണ്ട് നിമിഷാൻ്റെ. അത് ബുഷ് ഓറഞ്ചിനുള്ള വളമെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡാഡിയുടെ നിന്ന് കുറേ ചീത്തയും കേട്ടു ഗൈസ്, ഫ്രണ്ടിലെ ഗാർഡനിൽ കുഴിച്ചതിന്. പക്ഷേ സാരില്ല, നമുക്കിവിടെ ബുഷ് ഓറഞ്ച് വെച്ച് അടിപൊളിയാക്കണ്ടേ ടിയ? യെസ്. ഓക്കെ, അപ്പോൾ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ. സംസാരിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഇട്ടിരിക്കുകയാണ് റീറ്റെയിനർ. അപ്പോൾ ഞാൻ പറയണൊന്നും ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒന്നും പറയുന്നത് മനസ്സിലാണ്, അല്ലെങ്കിൽ സ്പീഡ് കൊണ്ട് ഒന്നും പറയുന്നത് മനസ്സിലാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ പിന്നീട് കാണാം. അണ്ടർ ദിസ് ബൈ ഫ്രം അണ്ടർ അല്ല അണ്ടിൽ പറയാൻ കിട്ടില്ലല്ലോ. എന്നാ ബൈ ബൈ.